ഓക്കെ, അവിടെ ചോദിക്കും. അപ്പോൾ ചോദിക്കൂ, പറ. ഈ എന്തെങ്കിലുമൊക്കെ പറയൂ. Yes. വിഷയത്തെക്കുറിച്ച് വളരെ വിഹഗമായ ഒരു വീക്ഷണം ഡോക്ടർ കതിരവൻ നടത്തിയിരുന്നു. എല്ലാവർക്കും അത് ലളിതമായി ഇംബൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പലപ്പോഴും ഇതിൽ ഒരുപാട് സംശയങ്ങൾ ഉദിക്കാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. അത് മൈക്ക് അഡ്മ്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അഡ്മ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇവിടെ ടൈപ്പ് ചെയ്താൽ അത് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തു. പ്രാർത്ഥന കൊണ്ട് ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നല്ലതെന്നാണോ മറിച്ചാണോ ഉദ്ദേശിച്ചത്? അത് നല്ലതെന്നുള്ളത് ഏത് സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നനുസരിച്ചിരിക്കും. നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്നനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം പ്രാർത്ഥന ആവശ്യമല്ലാതെ വരികയാണ്. പക്ഷെ തലച്ചോറ് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ആർക്കൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ആലോചിക്കുക. അത് വേറൊരു രാജ്യത്തു നിന്ന് കേരളത്തിൽ എത്തപ്പെടുമ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാകുക എന്നുള്ളത്. പക്ഷെ തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്ന അത് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല. നൃത്തം ചെയ്താൽ തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്നത് ഈയിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ഡാൻസ് കളിക്കുക, നിങ്ങൾ പാട്ട് കേൾക്കുക. പ്രാർത്ഥന മാത്രമല്ല, പാട്ട് കേൾക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്നു. കൃത്യമായിട്ട് ഫങ്ഷണൽ MRI തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, അതിന് പകരം നിങ്ങൾ പോയി പാട്ട് കേട്ടാൽ മതി. നിങ്ങൾ പോയി ഉഷാവുതുപ്പിന്റെ പാട്ട് കേൾക്കുക. നിങ്ങളുടെ മനസ്സ് പ്രാർത്ഥന കൊണ്ട് വരുന്ന മാറ്റങ്ങൾ ഉഷാവുതുപ്പ് നിങ്ങൾക്ക് സമ്മാനിക്കുമെങ്കിൽ ഉഷാവുതുപ്പിനെ കേൾക്കുക നിങ്ങൾ. അത്രേ ഉള്ളൂ. അത് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അങ്ങനെ വരും. അത് പ്രാർത്ഥന വേണം നിർബന്ധമില്ല. അത് പോയി പാട്ട്. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്ത് പോയി പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്നത്. ആ പാട്ട് കേൾക്കാൻ ഡാൻസ് കളിക്കാൻ കൂടെ തീർച്ചയായും അവിടെ തലച്ചോറിൽ അതേ കേന്ദ്രങ്ങൾക്ക് മാറ്റം വരുന്നുണ്ടെന്ന്. പ്രാർത്ഥന ചെയ്യുന്ന അതേ സംഭവം അവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ കൂടുതൽ മാനസികതയിലേക്ക് പോകുന്നതുകൊണ്ടും ഇത് കഴിക്കാൻ പോകുന്ന പയ്യനെ, രാത്രി ഇത് കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പയ്യനെ നമ്മൾ പേരൻസ് എന്നുള്ളവർക്ക് വഴക്ക് പറഞ്ഞിട്ട് പോയി പ്രാർത്ഥിക്കണമെന്നു. ആ സമയത്ത് അമ്പലത്തിൽ പോയി എന്ന രീതിയിൽ നമ്മൾ അവരെ മാറ്റിയെടുക്കും, ശ്രമിക്കും എന്നുള്ളതാണ് സത്യം. തലച്ചോറിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഞാൻ കണ്ട ഒരു കാര്യം, ഈ FMRI എന്നുള്ളത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ധ്യാനം, യോഗ, ഇതിനൊക്കെ ഗുണമുണ്ടെന്ന് കാണിക്കാൻ FMRI പിക്ചേഴ്സ് എടുത്തിട്ട് ഒരുപാട് പേപ്പറുകൾ ഇങ്ങനെ ഉണ്ട്. FMRI പകുതി വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാരണം FMRI വാസ്തവത്തിൽ ശാസ്ത്രം നോക്കുകയാണെങ്കിൽ അത് ഓക്സിജന്റെ അളവ് കൂടുന്ന ഭാഗം മാത്രമാണ് FMRI കാണിക്കുന്നത്. അപ്പോൾ ഓക്സിജന്റെ അളവ് കൂടുന്ന ഭാഗമൊക്കെ ആക്റ്റീവായിരിക്കണം. ഇപ്പോൾ വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് FMRI മുഴുവൻ വിശ്വസിക്കാൻ വയ്യ. പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാരിൽ നടത്തുന്ന പരീക്ഷണങ്ങളും തെളിയിക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അവിടെയാണ്. കാരണം ശാസ്ത്രത്തിന് 1-2 പഠനങ്ങൾ പോരല്ലോ. ലോകം മുഴുവൻ റിപ്പീറ്റ് ചെയ്തായിരിക്കണം. ഒരുപാട് പേര് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. അങ്ങനെ തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ വിശ്വസിക്കുന്നു. തലച്ചോറിനെ കുറിച്ചുള്ള ഒരുപാട് പകുതിയും വിശ്വസിക്കരുതെന്ന് ന്യൂറോ സയൻസുകാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. ഈ FMRI എല്ലാം വിശ്വസിക്കരുത്. പക്ഷെ ഞാൻ കാണിച്ചത് പല തരത്തിൽ അത് റിപ്പീറ്റ് ചെയ്ത പഠനത്തിൽ നിന്നുള്ള ചില ഇതാണ് കാണിച്ചത്. അതെ. അതായത് ഈ യോഗയിലോ ധ്യാനയിലോ ഒക്കെ കിട്ടുന്ന FMRIക്ക് സമാനമായ FMRI സൂംബ ഡാൻസ് ചെയ്തവർക്കും ചെയ്യേണ്ടതാണ്. പിന്നെ യോഗ കൊണ്ട് അതിനും ശാസ്ത്രം പറയുന്ന, നമ്മൾ അധികം വിശ്വസിക്കുന്നില്ലെങ്കിൽ യോഗ കൊണ്ട് തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം യോഗയിലെ ശ്വാസം, ഓക്സിജൻ എടുക്കുകയും വിടുകയും ചെയ്യുന്നതും ഒക്കെ തലച്ചോറിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടിപ്പിക്കൽ ഒരു സൈക്കോളജിക്കലി ഉള്ള മാറ്റമായിരിക്കാം. പക്ഷേ അതിന് ചില ഗുണങ്ങൾ ഉണ്ടെന്ന് മനസ്സിന് ഒരു ശാന്തി നൽകുന്നു എന്നുള്ള ഒരു വിശ്വാസമല്ല. അങ്ങനെ ഇപ്പൊ മോഡേൺ മെഡിസിൻ, ഇപ്പൊ യോഗ കൂടുതൽ അമേരിക്കയിലാണെങ്കിൽ യോഗയുടെ സാന്നിധ്യം കൂടി വരികയാണ്. ഡോക്ടർമാർ പലരും ഉപദേശിച്ച് തുടങ്ങിയിട്ടുണ്ട് യോഗ എന്നുള്ളത്. നമ്മൾ പലരും കേരളത്തിൽ നിന്നുള്ള, ഞാനൊക്കെ കേരളീയ യുക്തി പ്രയോഗിച്ച് നമ്മൾ ഈ യോഗയുടെ പുറകെ പോകാൻ നമുക്ക് വലിയ താല്പര്യമില്ല. ശാസ്ത്രത്തിൽ അതാണ് സത്യം. അതെ. വേറെ വിഷയം നമുക്ക് വിടാം. ഒരു ചോദ്യം ഒരു ഡോക്ടർ വിൽസൺ ജോൺ ചോദിച്ചിരിക്കുന്നു. NPD, അത് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ വരുന്ന ആണെന്ന് തോന്നുന്നില്ല. അതായത് NPDയും ഈ സൂപ്പർസ്റ്റിഷൻസും തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? NPD എന്താണ്? എനിക്കറിയാൻ വയ്യ. NPD നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഓക്കെ. അതൊക്കെ അതൊക്കെ തലച്ചോറിന്റെ പല അപഭ്രംശങ്ങളിലൊന്നാണ്. നാർസിസിസ്റ്റിക് ബിഹേവിയർ മിക്കവാറും സ്കിസോഫ്രീനിയയുടെ
ബോധിപ്പിപ്പെടുത്തുന്ന ഒരെണ്ണമാണിത് NVE എന്നുള്ളത്. കാരണം അതൊക്കെ തോന്നലിൽ നമ്മുടെ അത് ഹാലൂസിനേഷൻ്റെ ഒരു വിഭാഗമാണ്. ഹാലൂസിനേഷനൊക്കെ തലച്ചോറിലെ കേന്ദ്രങ്ങളിൽ വരുന്ന അപഭ്രംശമാണത്. അതെ, അല്ലാതെ അതിനൊരു ഒരു ഒരു വേറൊരു കാരണമില്ല എന്നുള്ളതാണ് സത്യം. അതിനും ചികിത്സിച്ച് ഭേദമാക്കാൻ തെളിയിച്ചിട്ടുണ്ടത്. ഇതൊക്കെ ബിഹേവിയറൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ പ്രശ്നങ്ങളാണ്, അതല്ല. അടുത്തൊരു ചോദ്യം നമുക്ക് ഉത്തരം കൊടുക്കാൻ പ്രയാസമുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു. കാരണം അത് ആരും ആ നിർദ്ദേശം ആരും പാലിക്കുമെന്ന് തോന്നുന്നില്ല. ചെറുപ്പത്തിൽ മതം പഠിപ്പിക്കൽ നിർത്തിയാൽ ഇന്ത്യൻ ജനതയ്ക്ക് പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. ചെറുപ്പത്തിൽ മതം പഠിപ്പിക്കൽ നിർത്താൻ ഇന്ത്യക്ക് എളുപ്പമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹവും ഭരണകൂടവും നമുക്ക് അത്യാവശ്യമുള്ളത് കാരണം അത് തന്നില്ലെങ്കിൽ നമ്മൾ ഈ മതത്തിൽ കുടുങ്ങിക്കിടക്കും മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്കാൻഡിനേവിയൻ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഫിൻലൻഡ്, സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ് ആ ഭാഗങ്ങൾ വന്നത് ഭരണകൂടത്തിൻ്റെ സമൂഹ നീതിയുടെ കാര്യങ്ങളിൽ ഒരുപാട് മുൻപോട്ട് പോയത് കൊണ്ടാണ്. അതുകൊണ്ട് മതം പഠിപ്പിച്ചാലില്ലെങ്കിൽ നമ്മുടെ സമൂഹം മാറാത്തത്തോളം കാലം നമ്മൾ ഈ പൊങ്കാലയ്ക്കോ ശബരിമലക്കോ ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഹജ്ജോ വാട്ടവർ ഇതിലെല്ലാം നമ്മൾ ഇന്ത്യക്കാർ നിൽക്കുന്നുള്ളത് യാതൊരു സംശയവുമില്ല. കേരളത്തിലുള്ളവർ തന്നെ, കേരളത്തിലുള്ള ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. നമ്മൾ മതാത്മകതയിലാണ് ഇലക്ഷൻ. ഓരോ സ്ഥലത്ത് ആളിനെ നിർത്തുന്ന അവിടെ ഏത് ജാതിയാണ് കൂടുതൽ, ഏത് മതക്കാരാണ് കൂടുതലുള്ളതനുസരിച്ചാണ് നമ്മൾ ഇലക്ഷൻ. ഈവൻ പുരോഗമനക്കാരായ പാർട്ടികൾ പോലും ഇലക്ഷൻ നിർത്തുന്ന ജാതി മതം അനുസരിച്ചുള്ള ആൾക്കാരെയാണ് അവിടെ നിർത്തുന്നത്. ഞങ്ങളുടെ പാലായിൽ എപ്പോഴും ഞങ്ങൾ ക്രിസ്ത്യാനികളെ മിക്കവാറും നിർത്തുന്നത്. അതിപ്പോ ഇംഗ്ലണ്ടില് ഋഷി സുനക്ക് അയാളുടെ ബിലീഫ് പ്ലേ ചെയ്യാൻ ശ്രമിച്ചല്ലോ. അയാൾ യഥാർത്ഥത്തിൽ ബിലീവർ ഒന്നും അല്ല. പക്ഷെ വേറൊന്നും അവരെ സംബന്ധിച്ച് കൊടുക്കണം. ഒരു ഇന്ത്യക്കാരനെ, ഒരു ഇന്ത്യൻ ഡിസൈനുള്ള ആളെ അത് ബ്രിട്ടീഷുകാർ, വിൻസ്റ്റൺ ചർച്ചിൽ എന്താ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യക്കാരെ കുറിച്ച്? ഇത്രയും മോശം ജനതയില്ലെന്ന് പറഞ്ഞ് വിൻസ്റ്റൺ ചർച്ചിലിന്റെ കസേരയിൽ കയറി ഒരു ഇന്ത്യക്കാരൻ കയറിയിരിക്കുന്നത്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നമുക്കിവിടെ പറ്റില്ല. നമ്മളിപ്പോഴും നമ്മൾ സോണിയാഗാന്ധിയെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വേറെ നാട്ടുകാരിയാണ് അല്ലേ. അത് സമ്മതിച്ചു കൊടുക്കണം. അത്രയും ബ്രിട്ടീഷുകാർ അത്രയും ചെയ്തു എന്നുള്ളത് അവർ മാറ്റത്തിന് വഴങ്ങുന്നവരാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അതെ. ഞാൻ കാണിച്ച പോലീസ് വണ്ടി ഇങ്ങോട്ട് പൂരിക്കാൻ പോകുന്ന ഒരു രാജ്യത്ത് മതാത്മകത തീർച്ചയായിട്ടും നിലനിൽക്കാൻ പോവുകയാണ്. ഒരു സിനിമയുടെ മുൻപിലുള്ള പൂജ, എല്ലാ സിനിമയ്ക്കും പൂജയാണ്. ഹൈ ടെക്നോളജിയുടെ ഒരു ദൃഷ്ടാന്തം സിനിമ. ഹോളിവുഡുകാർ ഇത് കേട്ട് ചിരിച്ച് മറിയുകയാണ്. എനിക്ക് പരിചയമുള്ള സായിപ്പന്മാരെല്ലാവരും എന്നോട് ചോദിച്ച് ചിരിച്ച് മറിയുന്നുണ്ട് ഇത്. യെസ്, നിങ്ങൾ സിനിമയ്ക്ക് വന്ന് പൂജിക്കുന്നവരല്ലേ നിങ്ങൾ? മലയാളികളാണ് ഞങ്ങൾ. വലിയ കമ്മ്യൂണിസം, ജനകീയപരമായി കമ്മ്യൂണിസം ഗവൺമെന്റ് കൊണ്ടുവന്നതാണെന്ന് ഞാൻ പറയുമ്പോൾ ഇതാണ് എനിക്ക് കിട്ടുന്ന മറുപടി. സായിപ്പ് പറയുന്നത്, സായിപ്പ് നേരിട്ട് പറയുകയാണ്. യെസ്, ഈ പൂജ എന്നാണ് നിർത്തുന്നത്? നിർത്താൻ പോകുന്നില്ല. നമ്മളെപ്പോഴും ഈ സിനിമയ്ക്ക് മുമ്പുള്ള പൂജ നമ്മൾ നിർത്തും. പിന്നെ അങ്ങനെ മതാത്മകത നമ്മൾ നേരിടും. കുട്ടിയെ മതാത്മകമല്ലാതെ ആ കുട്ടി സിനിമയിലെ ഒരു നടനോ നടിയോ ഡയറക്ടറോ എന്തെങ്കിലും ആകുകയാണെങ്കിൽ ആ കുട്ടി ഞാൻ പറയുന്ന ആ കുട്ടി വളർന്നു 20 വയസ്സാകുമ്പോൾ സിനിമയിൽ എത്തുമ്പോൾ മതാത്മകത ഇല്ലാതെ അവളെ വളർത്തിയെങ്കിൽ ഇതാ കിടക്കുന്നു. ഒരു പൂജയാണ് ആദ്യം അവൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് മാറാതെ ഈ രക്ഷയില്ല എന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. അത് ഈ പോലീസ് പൂജിച്ചു എന്നുള്ളത് പോട്ടെ, DGP ആയിരുന്ന ആള്, DGP തൊട്ട് താഴെ ആയിരുന്ന ആള്, 4-5 മാസ്റ്റർ ബിരുദമുള്ള ആള്, ഇപ്പോഴും വലിയ മോട്ടിവേഷണൽ സ്പീക്കറാണ്. എല്ലാ മതസമ്മേളനത്തിനും, ഏത് മതത്തിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞത് മരിച്ച ആളിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ചു എന്നാണ്. അതുകൊണ്ടാണ് മോഹൻ മൈത്തർ എന്ന് പറഞ്ഞ അലക്സാണ്ടർ ജേക്കബ് പറയാതിരുന്നതാണ്. അങ്ങനെ ആൾക്കാർ ഉണ്ടാകുന്നത് എങ്ങനെയെന്നോ ചിന്തിക്കുന്നതാണ്. എവിടെയാണ് ഒരു അലക്സാണ്ടർ ജേക്കബ് ജനിക്കുന്നത് എന്ന് ഓർക്കുക. യെസ്, നമ്മുടെ സമൂഹത്തിലാണ്. യെസ്. വേറെ ഒരു ചോദ്യമുണ്ട്. ഓക്കെ. അലയൻസ്, പാരലൽ യൂണിവേഴ്സ്, മെട്രിക്സ് വേൾഡ്, ഇതൊക്കെ മോഡേൺ ബിലീഫ്സ് ആണ്, റിലീജിയസ് അല്ല എന്ന് പറയാം. അപ്പൊ അതിനെ നമ്മൾ എവിടെ പെടുത്തുമെന്നാണ് ഒരു ചോദ്യം. അതും ഇതുപോലെ നിവൃത്തിയില്ലാതെ ജീവിതം താറുമാറാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമൂഹ വ്യവസ്ഥയിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ, അതിൻ്റെ മോശമായ കാര്യങ്ങൾ നമ്മളെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭാവനയാണ് ഈ പാരലൽ വേൾഡ് എന്നുള്ളതൊക്കെ.
പക്ഷെ ഉം. ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് വേറൊരു പാരലൽ വേൾഡ് ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് പാരലൽ വേൾഡ്. കാരണം നമ്മൾ എന്ന് വെച്ചാൽ മനുഷ്യർ വെച്ചാൽ നമുക്ക് ഓക്സിജൻ വേണം, നമുക്ക് വലിയ പ്രഷർ ഒന്നും സഹിക്കാൻ വയ്യ. പ്രഷർ എന്ന് വെച്ചാൽ അന്തരീക്ഷമർദ്ദം ഒരു കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകും. ഓക്സിജൻ അത്യാവശ്യമാണ് നമുക്ക് വെള്ളം വേണം. ഇതൊക്കെ ഉള്ള സ്ഥലത്ത് വേണമെങ്കിൽ പോകാം. പക്ഷേ അങ്ങനെ ഒരു സ്ഥലം ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ പാരലൽ വേൾഡ് ഒക്കെ സ്വപ്നമാണ്. ഞാൻ പറയുന്നത് സ്വാസ്ഥ്യം കണ്ടുപിടിക്കാനുള്ള സ്വപ്നങ്ങളിൽ നിന്ന് ഉറവിടുന്നതാണ് ഇത്തരം ആലോചനകൾ. എന്ന് വെച്ചാൽ മറ്റൊരു ലോകം ഉണ്ട്, അവിടെ നല്ലതാണ്, സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് അത് തന്നെ, അങ്ങോട്ട് നമുക്ക് പോകാം എന്നുള്ള ഒരു സുന്ദര സുരഭില സ്വപ്നമാണ്. അതിൽ നിന്നുള്ളതാകുന്നതാണ് ഇത്. അത്രേ അത്തരം ഉള്ളൂ. ബിലീഫ് അത്തരം ബിലീഫ്സ് ഈ വെസ്റ്റേൺ സൊസൈറ്റിയിലാണല്ലോ അല്ല, കൂടുതൽ ഉണ്ട് 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 റിലീജിയസ് ഉണ്ട്. ഈ നിൽക്കുമ്പോൾ. മതാത്മകത ഇപ്പോഴും ഇവിടെയുണ്ട്. ഇപ്പോഴും വീട് തോറും വന്ന് ഇതിന്റെ കടലാസുകൾ തരുന്ന സംഘങ്ങളുണ്ട്. Yeah, ഒരു ചോദ്യം ഉണ്ട്. ചോദിച്ചോട്ടെ എന്ന് എസ് എൻ പ്ലീസ് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ, നേരിട്ട് ചോദിച്ചോളൂ. സുലജ ചോദിച്ചോളൂ. ഇനി ചോദ്യം ചോദിക്കാനുള്ളവർക്ക് നേരിട്ട് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ചിട്ട് 1 by 1 ആയി ചോദിക്കാം. ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. സുലജ പ്ലീസ്. സുലജ, ആർ യു ദേർ? ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം നേരിട്ട് അപ്പൊ- ചോദിക്കൂ. ഓ. നേരിട്ട് ചോദിക്കൂ. മെഡിക്കൽ ഇന്റർവെൻഷൻ സ്വഭാവ രൂപീകരണത്തെ സഹായിക്കുമോ? സോറി, മെഡിക്കൽ ഇന്റർവെൻഷൻ Yeah. സ്വഭാവ രൂപീകരണം സഹായിക്കുന്നു വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേന്ദ്രങ്ങളിൽ തലച്ചോറിലെ സർജറി കൊണ്ട് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. Yeah. തലച്ചോറിലെ സർജറി കൊണ്ട് വേണമെങ്കിൽ മാറ്റാം. വളരെ സൂക്ഷ്മമായി നമ്മൾ തലച്ചോറ് നേരത്തെ പറഞ്ഞ പെരിയക്വാഡക്ടൽ ഗ്രേ ഭാഗത്ത് ഒരു സർജറി പോസിബിൾ ആണ്, ടെക്നിക്കലി സാധ്യമാണ് അത്. പക്ഷേ വളരെ കോംപ്ലക്സ് ആണ്. പക്ഷെ കാരണം ഇതൊക്കെ ന്യൂറോൺ വലയങ്ങളാണ്. ഏതേത് വലയങ്ങളാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാൻ വയ്യ. അതുകൊണ്ട് സർജറി എന്നുള്ളത് താത്വികമായിട്ട് പറ്റുമെങ്കിലും തലച്ചോർ സർജറി കൊണ്ട് ചിലപ്പോൾ പറ്റും. കാരണം തലച്ചോറിന് ആഘാതം പറ്റിയവരുടെ പെട്ടെന്ന് സ്വഭാവം മാറാറുണ്ട്. ഒരു പുറത്തുനിന്ന് വീണ ആള് അത് ബോധം പോയിട്ട് എണീക്കുമ്പോൾ പെട്ടെന്ന് റിലീജിയസ് ആയി മാറിയ കേസുകളുണ്ട്. എന്ന് വെച്ചാൽ തലച്ചോറിന്റെ ചില മാറ്റങ്ങളാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നുള്ളത് സത്യമാണ്. അപ്പൊ അതാത് കേന്ദ്രങ്ങളെ നമ്മൾക്ക് സർജറി കൊണ്ട് മാറ്റാൻ പറ്റുവാണെങ്കിൽ സ്വഭാവം മാറ്റിയെടുക്കാം. യെസ്. പക്ഷെ മെഡിക്കൽ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതൊരു വളരെ ലളിതമായ ഒരു വാക്കാണ്. തലച്ചോർ സർജറി കൊണ്ട് തീർച്ചയായും മാറ്റാം. അഗ്രഷൻ ഉള്ളവരുടെ അഗ്രഷൻ മാറുന്നതായിട്ട് ഉണ്ട് തലച്ചോറിന് പറ്റിയ ആഘാതത്താൽ. അഗ്രഷൻ ഇല്ലാത്തവർ അഗ്രസീവായി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തലച്ചോറിന് പറ്റിയ ക്ഷതത്താൽ. അപ്പോൾ ഇത് തലച്ചോറിന്റെ ഭാഗങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ബുദ്ധിയുടെ കേന്ദ്രങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ബുദ്ധിയുടെ കേന്ദ്രങ്ങൾ നമ്മൾ പോയി മാറ്റിയെടുക്കാൻ വളരെ കാരണം ആയിരക്കണക്കിനുള്ള ന്യൂറോൺ വലയങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഒരേ ഒരു വലയത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം പ്രായോഗികമായിട്ട് തലച്ചോറിൽ ഒരു സർജറി നടത്തി മാറ്റിയെടുക്കുന്നത് ഒട്ടും എളുപ്പമല്ല. സത്യത ഇന്നത്തെ രീതി അനുസരിച്ച് ഒട്ടും എളുപ്പമല്ല എന്നുള്ളത്. ഒരു ചോദ്യം കൂടി സർ. അപ്പോ സ്കിസോഫ്രീനിയക്ക് എങ്ങനെയാണ് മരുന്ന് കൊടുക്കുന്നത്? സ്കിസോഫ്രീനിയ പോലെയുള്ള സംഗതികൾക്ക് എങ്ങനെയാണ് മരുന്ന്? സ്കിസോഫ്രീനിയ കൃത്യമായിട്ട് അതിനുള്ള ചികിത്സയല്ല ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കുള്ള മരുന്നുകൾ ചില ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഉണർത്തുകയോ അല്ലെങ്കിൽ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഇതൊക്കെ ചെയ്യുന്ന ചില പണികളെ നമ്മൾക്ക് ഇപ്പോൾ അറിയത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. കൃത്യമായി അതിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് സ്കിസോഫ്രീനിയ വരാം. ഒരു ഇന്ന കേന്ദ്രം എന്ന് സൂക്ഷ്മതയോടെ നിജപ്പെടുത്താൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് സ്കിസോഫ്രീനിയ ചികിത്സിച്ചെടുക്കാൻ പ്രയാസമാണ്. കാരണം സ്കിസോഫ്രീനിയ പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് ഹാലൂസിനേഷനാണ്, ഇങ്ങനെ വിഭ്രാന്തിയാണ്. ചിലർക്ക് മറ്റൊരു രീതി, ചിലർക്ക് അതിഭീകരമായ വയലൻസ് ആണ് ചിലർക്ക് വരാറുള്ളത്. അപ്പോൾ ഇത് പല സ്കിസോഫ്രീനിയ ഒരു 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 റേഞ്ച് ഓഫ് സ്വഭാവങ്ങൾ ഉള്ളതാണ്. അപ്പോൾ സർജറി സ്കിസോഫ്രീനിയക്ക് ഇപ്പോഴും
ഇലക്ട്രോഡുകൾ സ്ഥാപിക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. തലച്ചോറിലെ ചില കേന്ദ്രങ്ങളിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച് പെരുമാറ്റം മാറ്റിയെടുക്കാൻ സാധിക്കുന്നുള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് ചെയ്യുകയാണെങ്കിൽ തലച്ചോറിൽ ചിപ്പുകൾ ഘടിപ്പിച്ച സ്വഭാവം മാറ്റിയെടുക്കുന്നു ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. സ്കിസോഫ്രീനിയയുടെ എന്താണ് കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് ഏത് ഫിസിയോളജിയാണ് മാറപ്പെടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചോ ചിപ്സ് ഘടിപ്പിച്ചോ മാറ്റിയെടുക്കുന്നുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. അതാണ് സത്യം. ചോദിച്ചതിന് ഉത്തരമായോ അതെയോ? ചോദിച്ചതിന് ഉത്തരമായി. ലജ്ജയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. അടുത്ത് ഫ്രാൻസിസ് ചോദിച്ചോളൂ. ഹലോ സാർ, ഗുഡ് ഈവനിങ് സാർ. ഞാൻ ശശിധരൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സാറേ? സ്കാൻഡിനേവിയയില് ആൾക്കാർക്ക് മതവിശ്വാസം കുറഞ്ഞതുകൊണ്ട് അവര് സന്തോഷവാന്മാരാണെന്നും ഇന്ത്യയില് അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ ഉള്ള ആൾക്കാർ ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ പൂജകളും മറ്റും നടത്തുന്നതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് സന്തോഷം കുറവാണെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ശരി? ഇപ്പൊ ആകെ ഒരു കൺഫ്യൂഷൻ ആയതുപോലെയാണ് എനിക്ക്. പിന്നെ സാറേ തീർന്നില്ല. ശരിയെന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് സ്വയം സമൂഹത്തിനോ നമ്മൾക്കോ ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ അതിനെ ശരിയെന്ന് പറയാമോ? പിന്നെ കണ്ണുകൊണ്ട് കാണുന്നതിനെ നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റുമോ? അനുഭവങ്ങൾ കൊണ്ട് ദോഷമല്ലാതെ വരുന്നതിനെയാണോ നമുക്ക് ശരിയെന്ന് പറയാൻ പറ്റുന്നത്? അപ്പൊ ഏതാണ് ശരി? സ്കാൻഡിനേവിയ ആണോ, ഇന്ത്യയാണോ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണോ, അല്ലെ അനുഭവിച്ചാണോ? ഏതാണ് ശരി? അപ്പോൾ ഇപ്പൊ സന്തോഷം എന്നുള്ളത് ഒരു ആപേക്ഷികമായ ഒരു കാര്യമാണ്. ഓക്കെ, സന്തോഷം സ്കാൻഡിനേവിയൻകാർക്ക് എത്ര സന്തോഷം കിട്ടുന്നു എന്നുള്ളത് അളന്നെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇന്ത്യക്കാർക്ക് എത്ര സന്തോഷം കിട്ടുന്നു എന്നുള്ളത് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം പ്രധാനമായിട്ടും ഒരു കാര്യം, മതാത്മകതയിലുള്ള അതിൽ നിന്ന് വേർപെട്ടു പോയാൽ ചൂഷണങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് മതങ്ങളും ചൂഷണങ്ങളുടെ ഉപാധികളാണെന്നുള്ളതാണ് സത്യം. ചൂഷണം ഒരു പ്രധാന എലമെൻ്റാണ്. മനുഷ്യ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പള്ളികൾ, ക്രിസ്ത്യൻ സഭകൾ പലതും യൂറോപ്പിലും അമേരിക്കയിലും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളികൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യക്രിസ്ത്യാനികൾ, വിശ്വാസമുള്ള സത്യക്രിസ്ത്യാനികൾ. സഭ എന്നുള്ള ഓർഗനൈസ്ഡ് റിലിജിയൻ എന്നുള്ള ആ രീതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ചൂഷണത്തിൽ നിന്നും ഒഴിവായി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സന്തോഷം എന്നുള്ള സ്കാൻഡിനേവിയയിലോ ഇവിടെയോ ആണെങ്കിൽ ചൂഷണം ചെയ്യപ്പെടാതെ ആത്മീയത നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ലേ എന്നതാണ് ഇവിടുത്തെ ചോദ്യം എന്നുള്ളത്. പിന്നെ അന്ധവിശ്വാസം മുഴുവനും പലതും മതാത്മകത മുഴുവനും ചൂഷണങ്ങൾ, നേരത്തെ പറഞ്ഞ ചൂഷണങ്ങളാണ്, പണമുണ്ടാകാനുള്ള വഴികളാണ്. ഈ ആറ് ദൈവങ്ങളും എല്ലാം പ്രത്യേകിച്ചും അവരുടെ എല്ലാം താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അല്ലാതെ മനുഷ്യർ നന്നാകണം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ആൾ ദൈവം എന്നുള്ളത് സംശയമാണ്. അപ്പോഴ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അവർ വളരെ നന്നായിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇതുകൊണ്ടുള്ള ചില സോഷ്യൽ എഫക്റ്റുകളുണ്ട്. കോവിഡ് വന്നപ്പോൾ ഏറ്റവും നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. വളരെ എളുപ്പമായിരുന്നു. അവർക്ക് അന്ധവിശ്വാസങ്ങളുള്ള കുറവായതുകൊണ്ട് വാക്സിൻ എടുക്കാൻ എല്ലാവരും സമ്മതിച്ചു എന്നുള്ളതാണ്. നിയമങ്ങൾ പാലിക്കാൻ അവർ സമ്മതിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോഴും വിശ്വാസങ്ങളിൽ കൂടി കിടക്കുന്നതുകൊണ്ട് നമ്മൾക്ക് കോവിഡിനെ അത്ര നേരിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ജനത എങ്ങനെ സ്വാസ്ഥ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള സന്തോഷം എന്നുള്ള വാക്ക് വിടുക, എങ്ങനെ സ്വാസ്ഥ്യത്തിലേക്ക് എങ്ങനെ സ്വാസ്ഥ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അവരുടെ ആവറേജ് സന്തോഷം എന്നുള്ളത്. അതുപോലെ ഇത്തരം വിശ്വാസങ്ങൾ മെഡിക്കൽ ചികിത്സയ്ക്ക് പോകാതെ വിശ്വാസങ്ങൾ രക്ഷിക്കും എന്നുള്ള അപകടകരമാണ്. തീർച്ചയായും അപകടകരമാണ്. അത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കണം ഈ രാജ്യത്ത് എന്നുള്ളതാണ്. അപ്പം സന്തോഷം എന്നുള്ളത് സമൂഹത്തിന് സന്തോഷം, വ്യക്തിപരമായ സന്തോഷത്തിനാണ് സമൂഹത്തിന് സന്തോഷം എന്നുള്ളത് ആലോചിക്കുക. ചൂഷണങ്ങൾ വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ സ്വാസ്ഥ്യം എന്നുള്ളത് ഒരു വലിയ ഒരു വ്യാധിയെ നേരിടുന്നതിൽ വിജയിക്കുക എന്നുള്ളതൊക്കെ അവർ സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് നമുക്ക് സാധിച്ചില്ല. എന്തുകൊണ്ട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളത്. ചൂഷണങ്ങളിൽ നിന്ന് നമ്മൾക്ക് എപ്പോൾ മോചനം കിട്ടും
എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അദൃശ്യ ശക്തികൾ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളതിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം കിട്ടും? അവിടെയാണ് ആത്യന്തികമായി ഒരു സമൂഹത്തിൻ്റെ സന്തോഷം എന്ന് നിങ്ങൾ പറഞ്ഞ ആ കാര്യം അവിടെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ശരി എന്ന് വെച്ചാൽ സമൂഹത്തെ സ്വാസ്ഥ്യം അതെങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അവിടെയാണ് നീതിന്യായ ഭരണത്തിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ പോലീസുകാരും കൊണ്ടുവന്ന് കാണുക എന്നുള്ളത്. അത് ഈ ചൂഷണത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു ഉദാഹരണമാണിത്. അത് വിശ്വാസങ്ങൾ മാത്രമേ നിങ്ങളെ രക്ഷിക്കുകയുള്ളൂ എന്ന് ഭരണകൂടം തന്നെ നമ്മളോട് പറയുന്നത് വളരെ അപകടകരമാണത്. വിശ്വാസങ്ങളല്ല, ഭരണകൂടവും സമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥകളും നിങ്ങളെ രക്ഷിക്കാൻ ഇതാ ഉണ്ട് എന്നുള്ള ഉറപ്പാണെന്ന് കിട്ടുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പോൾ സന്തോഷം എന്നുള്ള റിലേറ്റീവ് ടേംസ് ആണ്. അപ്പം മതാത്മകത വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ഞാൻ പ്രാർത്ഥന കൊണ്ട് തലച്ചോറ് മാറുന്നുകൊണ്ട് ചൂഷണത്തിന് അടിമപ്പെടാതെ. പക്ഷേ അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകേണ്ടതാണ്, അത്യാവശ്യമാണ് അത്. അല്ലാതെ വീട്ടിലിരുന്നാൽ ചത്തുപോകും, അത്രയേ ഉള്ളൂ. അത് മാറപ്പെടേണ്ടതാണ്, അത് മാറേണ്ടതാണ്. പ്രത്യേകം ചില വിശ്വാസികൾ ഹോസ്പിറ്റലിൽ പോകാറില്ല എന്നുള്ള പ്രാർത്ഥനയിൽ കൂടെ ചികിത്സ മാറാമെന്നുള്ള വൻ തെറ്റിദ്ധാരണയിൽ നിൽക്കുന്നവരുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ കൂടുതലാണത്. അപ്പോൾ ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ അങ്ങനെ മരിച്ച ഒരാളിനോട് നമുക്ക് ചോദിക്കാം, മരിച്ചു കഴിഞ്ഞിട്ട് ഈ വിശ്വാസമാണ് നിങ്ങളെ കൊന്നത്, നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിലോ, ആ ചോദ്യം ചോദിച്ചു നോക്കൂ. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഓക്കെ, അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് സുലജ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നാരായണനിലേക്കും ഫ്രാൻസിലേക്കും. സർ, ധ്യാനം പ്രയർ ഇവയിലൂടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞല്ലോ. രോഗിയായ ഒരാൾ നിരന്തരം താൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എനിക്ക് രോഗമില്ല, ഞാൻ ഓക്കെയാണ് എന്നിങ്ങനെ പ്രാർത്ഥന പോലെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വിശ്വസിച്ചാൽ സിഗ്നൽ തലച്ചോർ പ്രാവർത്തികമാക്കുമോ? ആ സിഗ്നൽ രോഗം മാറ്റുമോ? ഇല്ല. ഒരുപാട് രോഗങ്ങളും ബാക്ടീരിയയും വൈറസും കൊണ്ടാണ്. നിങ്ങൾ ഇരുന്ന് എത്ര പ്രാർത്ഥിച്ചാലും ബാക്ടീരിയ അത് കേൾക്കാൻ പോകുന്നില്ല, വൈറസ് അത് കേൾക്കാൻ പോകുന്നില്ല. ഇല്ല. ഒരുപാട് ഇപ്പം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് എപ്പോഴത്തെ കണ്ടുപിടിച്ചത് എന്താണെന്നറിയാമോ? നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളാണ്. കുടലിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ 10ാമത്തെ ഞരമ്പ് വഴി നേരെ തലച്ചോറുമായിട്ട് ബന്ധപ്പെടുകയാണ്. കുടലിലുള്ള ബാക്ടീരിയകൾ നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കുന്ന കുടലിലെ നല്ല ബാക്ടീരിയകളാണ് അവർ. നമ്മളെ സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്ന 100 തരത്തിലുള്ള ബാക്ടീരിയ, സ്പീഷീസ് ബാക്ടീരിയ നമ്മുടെ കുടലിലുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ച് എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് പ്രാർത്ഥിച്ചൊന്ന് തലച്ചോറിനെ മാറ്റിമറിക്കാൻ നമുക്ക് തലച്ചോർ കേന്ദ്രങ്ങൾ നമ്മൾ മാറ്റും. പക്ഷേ ആ ബാക്ടീരിയകളോട് നമ്മൾ എന്ത് പറയും? അത് എളുപ്പമല്ല എന്നുള്ളത്. നമ്മൾ വരുന്നത് ഒരു നമുക്കൊരു സമൂഹ വ്യവസ്ഥയാണ്. ഒരുപാട് മില്യൺ കണക്കിന് ബാക്ടീരിയകൾ കൊണ്ട് നമ്മളെ കൊണ്ട് നടക്കുന്നതും കൂടിയുണ്ട്. അതും ഒരു സത്യമാണ്. അപ്പോൾ പ്രാർത്ഥിച്ച തലച്ചോറിനെ എത്ര മാറ്റാൻ പറ്റും എന്ന് വിചാരിച്ചാൽ, നിങ്ങളുടെ ഒരു വശത്ത് നിങ്ങൾക്ക് വാദമാണെന്ന് വിചാരിക്കുക. തലച്ചോറുമായിട്ട് അത്ര ബന്ധപ്പെട്ടതല്ല. തലച്ചോറിന് നിയന്ത്രണങ്ങളുണ്ട്, പക്ഷെ അത് എങ്ങനെ പ്രാർത്ഥിച്ച് മാറും? കഥകളുണ്ട് നമുക്ക് മേൽപ്പത്തൂർ ഗുരുവായൂർ പ്രാർത്ഥിച്ചാണ് അദ്ദേഹത്തിന് വാദം മാറിയത് എന്നാണ് നമ്മുടെ വിചാരം. അതാണ് അവിടെയാണ് ചെയ്തത്. പക്ഷേ കുടലിലെ ബാക്ടീരിയകളെ നമ്മൾ എന്ത് ചെയ്യും? മില്യൺ കണക്കിന് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന കുടലിലെ ബാക്ടീരിയകൾ ധ്യാനം മൂലം എന്ത് സംഭവിക്കും? ചില അസുഖങ്ങൾ, മാനസിക അസുഖങ്ങൾക്ക് ധ്യാനം പറ്റിയേക്കും എന്നുള്ളത് ശരിയാണ്. യെസ്, അഗ്രസീവ്നെസ് ഒരു അപകടകരമായ മേഖലയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ധ്യാനം കൊണ്ട്, യോഗ കൊണ്ടും അത് മാറപ്പെട്ടേക്കും. യെസ്, പക്ഷെ എല്ലാം മാറപ്പെടാൻ പറ്റില്ല. തലച്ചോർ സംബന്ധമായ ചില അസുഖങ്ങൾക്ക് ചിലപ്പോൾ ചില കുറവുകൾ വന്നേക്കും എന്നുള്ളത്. പക്ഷേ സോഫാർ സ്കിസോഫ്രീനിയയ്ക്കോ ഡിപ്രഷന് ചിലപ്പോഴത് സഹായിക്കുന്നതായിട്ട് പഠനങ്ങളുണ്ട്, ഈ നിരന്തരമായ പ്രാർത്ഥന എന്നുള്ളത്. പക്ഷെ അത് പലപ്പോഴും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു എസ്കേപ്പിസമാണ് എന്നുള്ളത്. പലരും ഡിപ്രഷനുള്ള പലരും ഈ പല കൾട്ടിലും ചേരുന്നവരുണ്ട്. അത് ഡിപ്രഷനുള്ള കുറവ് കൊണ്ടുവന്നുണ്ട്. കാരണം അവർ പലപ്പോഴും ആ കൾട്ട് എന്താണ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട് പലപ്പോഴും ഡിപ്രഷനെ മാറ്റിയെടുത്തിട്ടുണ്ട്. സത്യമാണത്. അതെ. അപ്പൊ ചില കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും 100% ശരിയല്ല. അപ്പൊ ധ്യാനം, പ്രാർത്ഥന എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷേ നാരായണൻ സാർ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു. മനോഹരമായിട്ടുള്ള മലയാളം.
ചോദ്യം ഇതാണ്. ഈ അങ്ങ് പറഞ്ഞതനുസരിച്ച് ബയോളജിക്കലി മനുഷ്യന്റെ ഫിസിയോളജി എന്ന് പറയുന്നത്, അതായത് തലച്ചോറ് വിശ്വാസത്തെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങയുടെ ആദ്യത്തെ ഒരു Yes. ഫസ്റ്റ് സെഷനിൽ Yes. എനിക്ക് മനസ്സിലായത്. Yes. അങ്ങനെയാണെങ്കിൽ ഈ മതവിശ്വാസം എന്നത് ഈ ബയോളജിക്കലി അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു 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 സിസ്റ്റമാണ്. അപ്പം പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മളുടെ ഫിസിയോളജിയിൽ വരികയും അത് പരിണാമത്തിന്റെ മറ്റു ഘട്ടങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വയം കൊഴിഞ്ഞു പോവില്ലേ ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങൾ? അതിന് ചോദിക്കാനുള്ള ഒരു കാരണം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ മതങ്ങൾ അതിന്റെ എനിക്ക് തോന്നുന്ന മതങ്ങളിൽ ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഇപ്പൊ സ്കാൻഡിനേവിയൻ കൺട്രീസിലുള്ള മാറ്റം അങ്ങ് സൂചിപ്പിച്ചത്, അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മതവും ശാസ്ത്രവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ മതം പരാജയപ്പെടുകയും അല്ലെങ്കിൽ മനുഷ്യന് മതത്തിന്റെ ആവശ്യം ഇല്ലാതാവുന്നത് കൊണ്ടല്ലേ ഈ മതവിശ്വാസം ചുരുങ്ങി ചുരുങ്ങി വരുന്നത്? ഈ മതവിശ്വാസം ചുരുങ്ങി വരുന്നത് കൊണ്ടല്ലേ എസ്മെറ്റിക് അല്ലെങ്കിൽ ത്തിന്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ആചാരങ്ങളും അല്ലെങ്കിൽ പൊങ്കാല അടക്കമുള്ള സംഗതികൾ ഇത്രയും കൂടുതൽ മാഗ്നിഫൈ ചെയ്യപ്പെടുന്നത് തോന്നുന്നു. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമായിട്ട്. ഇപ്പൊ വലിയ തരത്തിലുള്ള വിശ്വാസത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ ഫിസിയോളജിക്കലി നമ്മളുടെ തലച്ചോറ് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തെ മാറ്റിക്കളയുകയാണെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള വിശ്വാസമായിരിക്കും അതിനെ റീപ്ലേസ് ചെയ്യുക പരിണാമത്തിൽ? ഓക്കെ, അപ്പൊ ചോദ്യം ചോദിച്ച ചില ഉത്തരങ്ങൾ നാരായണൻ തന്നെ പറഞ്ഞു. സ്കാൻഡിനേവിയൻ രാജ്യത്ത് നടന്ന ചില ഒഴിഞ്ഞു പോവുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒഴിഞ്ഞു പോവുക എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അതെ, ഇത് എന്താണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഭരണകൂടത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ പുനർനവീകരണം കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത് എന്നുള്ളതാണ് സത്യം. അതെ, അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോഡ് ഹോൾ എന്നുള്ളതാണ്. വിശ്വസിക്കാനായിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് സ്വാസ്ഥ്യം തരാൻ ഒരു ശക്തി ഇല്ലെങ്കിൽ നമ്മളെ ദൈവം അവിടെ വന്ന് ആ തലച്ചോറിലെ ഗോഡ് ഹോൾ ആ ഗുഹയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഗുഹയിൽ കടന്നു വരാൻ ഒരു ശക്തി വേണ്ട എന്ന് നമ്മുടെ സമൂഹ വ്യവസ്ഥ നമ്മളോട് പറയുകയാണെങ്കിൽ അത് ആവശ്യമല്ലാതെ വരികയാണ്. അത് തന്നെ നാരായണ ഉത്തരത്തിൽ കൂടെ പറഞ്ഞു. നാരായണൻ തന്നെ പറഞ്ഞു സ്കാൻഡിനേവിയൻ രാജ്യത്ത് രാജ്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒഴിഞ്ഞു പോകേണ്ടതാണ് വാസ്തവത്തിൽ. ഒരു പൊങ്കാല നടത്തിയാൽ യെസ് ചോദിക്കും പറയൂ. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസത്തെ ഒഴിഞ്ഞു പോകുമ്പം ആ വാക്വത്തിലേക്ക് മറ്റു തല വിശ്വാസങ്ങൾ കയറി വരുന്നില്ലേ? ഞാൻ ചോദിക്കുന്ന കാരണം വെച്ചാൽ ഫിസിയോളജിക്കലി we are trained to have some kind of beliefs, isn't it? So but if you take out all the religious belief, so what will fulfill that vacuum? And എനിക്കറിയില്ല അത്. ചൈനയിലൊക്കെ നമ്മൾ വിശ്വാസത്തെ ഒരുപാട് അരിച്ചു കളഞ്ഞിട്ടുണ്ട്, സോഷ്യൽ സാംസ്കാരിക വിപ്ലവ സമയത്തിന്റെ ഒക്കെ അല്ല. അങ്ങനെ വിശ്വാസങ്ങളെ അരിച്ചു കളഞ്ഞ സമൂഹത്തിൽ പോലും മറ്റു ചില വിശ്വാസങ്ങൾ ആ വിശ്വാസത്തെ പ്ലേസിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവല്യൂഷന്റെ ഏത് ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിശ്വാസങ്ങളുടെ കേന്ദ്രം അത് തലച്ചോറ് ചില ഭാഗങ്ങൾ അത് ഒരു ആശയമായിട്ട് ആണ് അവതരിപ്പിക്കപ്പെടുന്നത്. കാരണം അവിടെ ഒരു സ്ഥലമുണ്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഉടനെ അവിടെ ഒരു വാക്വം ഉണ്ടാകുക എന്നുള്ള സത്യമല്ല. ഇതാ ന്യൂറോൺ വലയങ്ങളൊക്കെ കൂടെ നിർമ്മിച്ചെടുക്കുന്നതാണ്. ആ ന്യൂറോൺ വലയങ്ങൾ മനുഷ്യനൊരു കൃത്യ നമ്പർ ഓഫ് ന്യൂറോൺ ആണ് ഉള്ളത്. ആ ന്യൂറോൺ വലയങ്ങളെല്ലാം കൂടെ സ്വരൂപിച്ചെടുക്കുന്നതാണ് ഇത്. അവിടെ ഒരു വാക്വം എന്നുള്ളത് വരുന്നില്ല. ആ ന്യൂറോൺ വലയങ്ങളെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. നമുക്ക് ട്രെയിൻ ചെയ്യിച്ച് ന്യൂറോൺ വലയങ്ങളെ മാറ്റിയെടുക്കാം. അപ്പോൾ അവിടെ നമ്മളിത് വിവരിക്കുമ്പോൾ അവിടെ ഒരു വാക്വം വരുന്നു എന്നറിയാതെ സങ്കല്പിച്ചു. വാസ്തവത്തിൽ ഒരു വാക്വം വരുന്നില്ല. ഗോഡ് ഹോൾ എന്ന് പറയുന്നെങ്കിൽ അവിടെ ഒരു ഹോളോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളോട് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ വിശ്വാസങ്ങൾ വേണം നിർബന്ധമില്ല എന്നുള്ളതാണ് ചൈനയിൽ കാണിച്ച വിശ്വാസങ്ങൾ. പക്ഷേ വിശ്വാസങ്ങൾ വരുന്ന എപ്പോഴും ഒരു ആശ്രയമില്ല എനിക്ക് എന്നൊരു തോന്നൽ വരുമ്പോഴാണ് മറ്റൊരു ഫോഴ്സ് മറ്റൊരു ശക്തിയിൽ വിശ്വാസം വരേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആശ്രയം എന്താണ്? അപ്പം നമുക്ക് നല്ല മെഡിക്കൽ ഫെസിലിറ്റി കിട്ടുന്നു ഫ്രീ ആയിട്ട്, നന്നായിട്ട് പരിപാലിക്കാനുള്ള ഒരു സമൂഹവും നീതിന്യായ വ്യവസ്ഥയും ഭരണഘടനയുണ്ട് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ന്യൂറോൺ വലയങ്ങൾ വേറെ തരത്തിൽ മാറ്റിയെടുക്കപ്പെടുകയാണ്. ന്യൂറോൺ വലയങ്ങൾ
അവിടെയാണ് ഈ വലിയൊരു വ്യത്യാസങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സ്ലൈഡിൽ ഇറ്റ് ഈസ് ഓൾ ന്യൂറോണൽ പ്രോസസ്സിങ് എന്ന് നിലനിർത്തി കാണിച്ചു. അപ്പം ന്യൂറോണൽ പ്രോസസ്സിങ്ങിൽ വരുന്ന മാറ്റങ്ങളാണ്. അവിടെ വേറെ ഒന്നും വന്നിരിക്കണം നിർബന്ധമില്ല. അവിടെ നമ്മൾക്ക് നിറയ്ക്കാൻ വേണമെങ്കിൽ അത് നമ്മുടെ സമൂഹ രീതികളനുസരിച്ചിരിക്കും. അതിൽ നമുക്ക് കലകളിലേക്ക് പ്രവേശിക്കാൻ വേണമെങ്കിൽ കല, സൗന്ദര്യാത്മകമായ മറ്റ് നമ്മളുടെ പ്രയോഗങ്ങൾ, ഇതിലൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ ചൈനയുടെ കാര്യം പറഞ്ഞാൽ ടെക്നോളജിയിൽ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് അവരെപ്പോഴും അവരുടെ മനസ്സിൽ നിറയ്ക്കുന്നത് മുഴുവൻ സമൂഹത്തിലല്ലെങ്കിൽ ടെക്നോളജി ഇപ്പോഴും സയൻസിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ചൈനീസ് ആൾക്കാരാണ്. ഇപ്പോഴും പ്രത്യേകിച്ച് ഫിസിക്സിൽ, ആസ്ട്രോഫിസിക്സിൽ, ക്വാണ്ടം മെക്കാനിക്സിൽ, ഇതിലൊക്കെ മുൻപിൽ നിൽക്കുന്ന ചൈനീസ് ആൾക്കാരാണ്. അവരെവിടെയാണ്? അവർ കൂടുതൽ യുക്തിയും ശാസ്ത്രവും പോയി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കാര്യം നടക്കുകയാണ്. കാരണം ഇപ്പം ഏത് സയൻസ് ജേർണൽ വായിക്കുകയാണെങ്കിലും അതിനകത്ത് ലിസ്റ്റ് വരും. ഒരു 6 മാസം കൂടുമ്പോൾ ലിസ്റ്റ് വരും. ലോകത്തെ ഏറ്റവും മുന്തിയ സയൻസ് പേപ്പേഴ്സ് എവിടുന്ന് വരും നോക്കുക. ആദ്യത്തെ 5 എണ്ണം ചൈനയിൽ നിന്നാണ് വരുന്നത്, അമേരിക്ക എന്നല്ല. ഹാർവാർഡിൽ നിന്നോ MIT നിന്നോ അല്ല, ചൈനയിൽ നിന്നാണ് വരുന്നത് ആദ്യത്തെ 5 എണ്ണം പോലും. അങ്ങനെ ഒരു മാറ്റം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിശ്വാസങ്ങൾ അതുകൊണ്ട് അങ്ങനെയാണ് ചൈന ബലമായി അത് നടത്തുക ചെയ്തു. അതുകൊണ്ട് ഒരുപാട് ത്യാഗങ്ങൾ വന്നിട്ടുണ്ട്, ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ചൈന ആ രീതിയിലാണ് പോയത്. അതുള്ളത് നല്ലതല്ല, വസ്തു നല്ലതാനും. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരു വാക്വം അവിടെ സംഭവിക്കുന്നില്ലെന്നും അവിടെ മറ്റു പലതവർക്ക് കൊരി നിറയ്ക്കാൻ ചൈനക്കാർ ചൈനീസ് സമൂഹത്തെക്കുറിച്ച് നമുക്കധികം അറിവില്ലാത്തതുകൊണ്ട് അവിടെ എന്താണ് വരെ ഇവിടെ കോരി നിറയ്ക്കുന്നുള്ളത് എനിക്ക് അത്ര പിടിയില്ല വസ്തുത്തിൽ. പക്ഷെ അതങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ശാസ്ത്രത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നവരായിട്ട് അവർ മാറിയിരിക്കുകയാണ് പൊതുസമൂഹം. ഗവൺമെൻറ് പൈസ മുടക്കുന്നു, ഗവൺമെൻറ്റിന് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സമൂഹത്തെ. ശാസ്ത്രം നിങ്ങളെ ഈ വഴിയിൽ കൂടെ കൊണ്ടുപോവുകയാണെന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ റൂറൽ ചൈനയിൽ, ഗ്രാമീണമായ ചൈനയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, കാരണം അവിടെ ചെന്ന് അവർ പോകാൻ പോലും നമ്മളെ സമ്മതിക്കില്ല. ഒരു ചെറിയ ഒരു ലിമിറ്റിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോലും സമ്മതിക്കുള്ളൂ. പക്ഷേ അറിഞ്ഞിടത്തോളം അവരിൽ ഒരു വാക്വം ഉണ്ടായെങ്കിൽ തന്നെ അതിലെന്ത് വന്നിരിക്കുന്നു എന്നുള്ളത് അവർ മിക്കവാറും എനിക്ക് തോന്നുന്നു ശാസ്ത്രചിന്തയും യുക്തിയും അവിടെ തൊഴിൽ നടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വിശ്വാസങ്ങൾ ആവശ്യമല്ലാതെ വന്നിരിക്കുകയാണ്. ഒരു സമയം ഒരൊറ്റ ചോദ്യം കൂടെ. എനിക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അപ്പൊ അങ്ങ് പറഞ്ഞ പൂർണ്ണമായിട്ട് ചോദിക്കും. ഈ മതത്തിന്റെ വിശ്വാസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പൊ ദേശീയത പോലുള്ള വലിയ വിശ്വാസങ്ങളുണ്ട് നമുക്ക്. അത് അപകടകരമായിട്ടുള്ള വിശ്വാസം എന്നുള്ളത് ഞാൻ പറയാം. കാരണം ഇന്നിപ്പം നമ്മളുടെ 1 ലക്ഷത്തിൽ അധികം ആളുകൾ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ മരിച്ചിട്ടുണ്ട് തീവ്ര ദേശീയതയുടെ വിശ്വാസത്തില്. ഇപ്പം നമ്മള് അവിടെ പോയി എന്താ പറയാ, അരുണാചലിൽ പോയി 3 പേരാണ് മരിച്ചതെങ്കിൽ തീവ്ര ദേശീയത 1 ലക്ഷത്തിലധികം ആളുകളെ കൊന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ശാസ്ത്രം അതിന്റെ ഏതെങ്കിലും ഘട്ടത്തില് മനുഷ്യ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ മാറ്റിമറയ്ക്കാൻ രീതിയിലുള്ള, ഇപ്പൊ ദേശീയത പോലുള്ള വിശ്വാസങ്ങളെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചില ടെക്നിക്സിലേക്ക് കടക്കുവോ? അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ AI പോലുള്ള സംവിധാനങ്ങളിലൂടെ ഒരു സമൂഹത്തിന്റെ മൊത്തം ബിഹേവിയറൽ പാറ്റേൺ മാറ്റാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഞാൻ വായിച്ചത്. ഇപ്പൊ മൊബൈൽ ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാവരും നിരന്തരം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പം എങ്ങനെയാണ് മാറുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ദേശീയ വിശ്വാസങ്ങൾ, മനുഷ്യന് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസങ്ങൾ, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ മാറ്റിക്കളയാൻ പറ്റുന്ന രീതിയിൽ ശാസ്ത്രം വളരുമോ? അങ്ങനത്തെ ഒരു പ്രതീക്ഷ അങ്ങ് കാണുന്നുണ്ടോ? ശാസ്ത്രം വളർന്നു, മറ്റു രാജ്യങ്ങൾ ശാസ്ത്രം വളർന്നു കഴിഞ്ഞല്ലോ. ഈ ദേശീയത എന്നുള്ള വൻ തട്ടിപ്പാണ്. ദേശീയത എന്നുള്ള വൻ തട്ടിപ്പാണ്, അത് അസത്യമാണ്. താനും ദേശീയത എന്നുള്ളത് അത്ര കാര്യമായിട്ടൊന്നുമില്ല. ദേശീയത കാര്യമായിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരു രീതിയിലാണ് മറ്റു രാജ്യങ്ങൾ നടപ്പാക്കുന്നത്. പക്ഷെ അമേരിക്കയിലൊക്കെ അതിഭീകരമായിട്ടുള്ള ദേശീയത തിരിച്ചു വരുന്നതാണ്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അമേരിക്ക നടക്കുന്ന സംഭവങ്ങൾ നേരെ തിരിച്ചു മറ്റു ഇതിലേക്ക് വരികയാണ്. അത് വാസ്തവത്തില് അത് പേടിയിൽ നിന്നും വരുന്നതാണ്. സാമ്പത്തികമായ, ഇപ്പൊ ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് മുഴുവൻ വിചാരിക്കുന്നത് ഇവിടെ എന്തോ സാമ്പത്തികമായ വലിയൊരു ഇടിവ് സംഭവിക്കാൻ പോവുകയാണ്, ലോകാവസാനം വരാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. അത് ചൂഷണത്തിന്റെ ഒരു ലക്ഷണമാണ്. ചൂഷണത്തിന് ഇപ്പോഴും അത് അത്ഭുതകരമായിട്ടാണ് അമേരിക്കൻ സമൂഹം അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു വാസ്തവത്തിൽ. ഈ ദേശീയത എന്നുള്ളത് മാറിയിരിക്കുകയാണ്. അപ്പൊ ദേശീയത, പക്ഷെ അമേരിക്കയിൽ വേറൊരു കാര്യം പറയാം,
ഈ ദേശീയത എന്ന് വെച്ചാൽ പലയിടത്തും പല രീതിയിലാണ്. നമ്മുടെ ഇന്ത്യയിലാണ് നമ്മുടെ പതാക വലിയ എന്തോ കുന്തമാണെന്ന് വെച്ചിരിക്കുകയാണ്. പതാക ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റുകയെന്നാണ്. ഇവിടെ അമേരിക്കൻ ഫ്ലാഗ് കൊണ്ട് അണ്ടർവെയർ തയ്ക്കാം. അത് വിൽപ്പനയ്ക്ക് വരുന്നുണ്ട് ജൂലൈ 4-ന്. ഇവിടുത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ജൂലൈ 4-ന് ദേശീയ പതാക കൊണ്ട് തയ്പ്പിച്ച അണ്ടർവെയർ നിങ്ങൾക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ്. അതാണ് ദേശീയത ഇവിടുത്തെ. അമിതമായിട്ട് ദേശീയ പതാക എന്നുള്ള ആ ചിന്തയില്ല. ദേശീയ പതാക എല്ലാവർക്കും ഉപയോഗിക്കാം. എല്ലാവരുടെ വീട്ടിന് മുമ്പിൽ കുത്തിവെക്കാം വാസ്തവത്തിൽ. അത് കസേരയ്ക്ക് വിരിപ്പ് തയ്ക്കാം ദേശീയ പതാക കൊണ്ട്. നമ്മളെന്താണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയത? ഇന്ത്യയുടെ ദേശീയത ചൂഷണത്തിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യൻ ദേശീയത. കൃത്യമായിട്ടും എങ്ങനെ മനുഷ്യനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ദേശീയതയായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പെട്ടുപോവുകയാണ് നമ്മൾ, പാവങ്ങളായിട്ടുള്ളവർ. അധിക ചിന്താശീലമില്ലാത്തവർ ആ ദേശീയത എന്നുള്ള തട്ടിപ്പിൽ പെട്ടുപോവുകയാണ്. അതിൻ്റെ ദുരനുഭവമാണ് നമ്മൾ ഈ കാണുന്നത്. പാവങ്ങളാണ്, അവർക്ക് പറ്റിയ അവരെ ചൂഷണം ചെയ്യുന്നതാണ് കൃത്യമായിട്ട്. ദേശീയത എന്നൊരു പേരും പറഞ്ഞ് ദേശീയത അത്ര കൃത്യമായിട്ടുണ്ടെങ്കിൽ ഈ മതങ്ങൾ തമ്മിലുള്ള ഈ വഴക്കുകൾ, ഈ കൊലപാതകങ്ങൾ, ഇപ്പം നാരായണൻ പറഞ്ഞ പോലെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഭരിക്കുന്ന ദേശീയത പേരിൽ ഉണ്ടാകുമല്ലോ. നമ്മൾ ഒരു ദേശമാണ് എന്നുള്ള ചിന്തയാണെങ്കിൽ, ഒരു ദേശമാണെന്ന് ചിന്തയില്ല, ഒരു ദേശമല്ലെന്നുള്ള ചിന്ത ഉണ്ടാക്കിയിട്ട് അതിലൂടെ ചൂഷണം ചെയ്യുകയാണ് ഇന്ത്യൻ രീതി. എപ്പോഴും അതെ, തമ്മിൽ അടിപ്പിക്കുക എന്നുള്ളത്, തമ്മിൽ ഭിന്നിപ്പിച്ചിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണം. ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ തന്നെ ആധാരം അതാണ്. അല്ലാതെ ഒരു ദേശമാണ് എന്നുള്ളതാണ്. ഈ ദേശീയ പതാക എല്ലാവർക്കും എപ്പോഴേ ഉപയോഗിക്കുന്നതാണ്. ഈ ദേശീയത എന്നുള്ളത് ഞങ്ങളുടെ കുത്തക, ഒരു ഗവൺമെൻറ് കുത്തകയല്ലെന്നും നിങ്ങളുടേതാണെന്നുമുള്ള, അതുകൊണ്ടാണ് ദേശീയ പതാക ആർക്കും പോയി എന്തും വേണേൽ ചെയ്യാവുന്നുള്ള വലിയ വ്യത്യാസമാണ്. ഇവിടെ നടക്കുന്ന മറ്റ് പൊളിറ്റിക്സ് കാര്യം അല്ല ഞാൻ പറഞ്ഞു, ഇത്തരം ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ദേശീയത എന്നുള്ളത് നമ്മുടെ നാട് വലിയൊരു തട്ടിപ്പാണ്, വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. അതെ, ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ആൾക്കാരെ ഭിന്നിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ളതാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ എനിവേ, ഇത് ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് വലിയ ബന്ധമുള്ളതല്ലെങ്കിലും ഇത് ആലോചിക്കുന്നതാണ്. നാരായണൻ ചോദിച്ച ചോദ്യമുള്ള ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. എന്താണ് ഈ ദേശീയത എന്നുള്ളത്? അപ്പോൾ നാരായണനെ പോലെ ആരെങ്കിലും കൂടുതൽ ആൾക്കാർ ചിന്തിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ദേശീയത എന്താണ് എന്നുള്ളത് അല്ല, വലിയൊരു വിശ്വാസമാണ് ദേശീയത എന്നുള്ളത്. പക്ഷെ അങ്ങ് തീർച്ചയായും പറഞ്ഞു യോജിക്കുന്നു. പക്ഷെ അത് ഇന്ത്യ ആ, മാത്രമാണെന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. ഇന്ത്യയിൽ ഇന്ത്യ ദേശീയത, പക്ഷെ മാത്രമൊന്നുമല്ല, ഇല്ലല്ല, അതിലും തീവ്രമായിട്ടുള്ള ഇല്ല, ദേശീയത അമേരിക്കയിലും ഇല്ല, യൂറോപ്പിലും ഉണ്ട്, വളരെ ഉണ്ട്. അപകടകരമായ നേരത്തെ രീതിയിൽ പറഞ്ഞ പോലെ നിലനിൽക്കുന്നുണ്ട്. ഉണ്ട്, എന്നുള്ള അഭിപ്രായം എനിക്ക്. നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഉണ്ട്. ചൈനയുടെ ദേശീയത എന്നുള്ള വിശ്വാസം. ബലതന്ത്രങ്ങളിൽ കൂടെ നേടിയെടുത്താണ് ചൈനയുടെ ദേശീയത. ബലമായിട്ട് നേടിയെടുത്തതാണ്. അത് Okay. വിശ്വസിക്കുന്ന ആൾക്കാരെ കൊല്ലുന്ന പോലെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ അമേരിക്കൻ ദേശീയത വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ ദേശീയതയെക്കുറിച്ച് യെസ് അതൊരു കൾട്ട് സ്വഭാവത്തിലൊക്കെ മാറിയിരിക്കുകയാണ്. ട്രംപ് ഒരു കൾട്ട് ലീഡറാണ്, ഒരു കൾട്ട് സ്വഭാവത്തിലേക്ക് കൃത്യമായി മാറിയിരിക്കുകയാണ്. അതാണ് സംഭവിച്ചത്. അന്ന് ക്യാപിറ്റോളിൽ ആക്രമണം നടന്നത് കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കൾട്ടിഷായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. പുരോഗമനം എന്ന് കാഹളമോതുന്ന ഞങ്ങൾ ആ കൾട്ട് സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നിൽക്കുകയാണ്, ഞങ്ങളൊക്കെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അതായത് സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി എങ്കിലും സത്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയേണ്ടതാണ്. അയാൾ തിരിച്ച് വീണ്ടും പ്രസിഡന്റ് ആയി വരാൻ നല്ല സാധ്യതയുണ്ടെന്നാണ് ഇപ്പൊ സാധ്യതയുണ്ട്. അല്ല, കഴിഞ്ഞ തവണ തന്നെ അയാൾക്ക് മില്യൺ കണക്കിന് ആൾക്കാരെ അയാൾക്ക് വോട്ട് ചെയ്തെന്ന് വിചാരിക്കണം. അയാൾ തോറ്റുപോയി എന്നുള്ളതല്ല നോക്കേണ്ടത്, മില്യൺ കണക്കിന് ആൾക്കാരെ അയാൾക്ക് വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇപ്പം ഞങ്ങളുടെ പേടി. അതാണ് സത്യമായിട്ട് പറയാം. എൻ്റെ പൊളിറ്റിക്കൽ തോട്ട് ഇവിടെ കാര്യമല്ലെങ്കിലും, എൻ്റെ പൊളിറ്റിക്കൽ വിശ്വാസങ്ങൾ ഇവിടെ കാര്യമല്ലെങ്കിലും, ഞങ്ങളുടെ ചില പേടികൾ ഇവിടെ ഒരുപാട് ഇവിടെയാണ് ഞാൻ കൂടുതൽ ജീവിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ ജീവിച്ചത് കൂടുതൽ, ഈ രാജ്യത്ത് ജീവിച്ച ആളാണ്. അപ്പൊ ഞങ്ങളുടെ പേടികളാണ് ഇവിടെ തീർച്ചയായും ഇവിടെ. Thank you, sir. It was a nice discussion. നല്ല ചോദ്യം നാരായണൻ, നല്ല ചോദ്യം. കൂടുതൽ അല്ല, ഞാൻ അങ്ങയുടെ നിങ്ങളുടെ എഴുതുന്നതെല്ലാം വായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾവേസ് ഫോളോ യു. താങ്ക് യു. ഫ്രാൻസിസ് ചോദിച്ചോളൂ, നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക്സ്. എനിക്ക് രണ്ട് ചെറിയ ചോദ്യങ്ങളുണ്ട് സമയം ഉണ്ടെങ്കിൽ. അത് ഒന്ന്, പുല്ലനങ്ങുമ്പോൾ അതിന് പുറകിലുള്ളത് പുലിയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു കാറ്റായിരിക്കാം. പക്ഷെ
യുക്തിപരമായി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ജീവഹാനി ഉണ്ടാകാം. അപ്പൊ അത് ഒരു പുലി തന്നെയാണെന്നുള്ള വിശ്വാസം, അന്ധവിശ്വാസമാണെങ്കിൽ തന്നെ അത് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സർവൈവ് ചെയ്യാനുള്ള സാധ്യത. അപ്പൊ ആണ്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങള് ഹ്യൂമൻ റേസിനെ സർവൈവ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ Yes. ആകുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ കൂമ്പാരമായ മതം പോലും സർവൈവ് ചെയ്യാനുള്ള സർവൈവൽ അഡ്വാൻറ്റേജ് നൽകിയിട്ടുണ്ടാവുമോ തീർച്ചയായും ഉണ്ടാകും. മനുഷ്യവംശത്തിന്? തീർച്ചയായും ഈ മതം ആദ്യമായിട്ട് ഗോത്ര സംസ്കാരം ഉള്ള സമയത്ത് തന്നെ ഓരോ ഗോത്രങ്ങളെയും കൂട്ടി നിർത്തി യോജിപ്പിച്ചിരുന്ന ഇത്തരം വിശ്വാസങ്ങളാണ്. നമ്മൾക്കൊരു ദൈവം ഉണ്ടെന്നും ഈ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മുടെ ഗോത്രത്തെ മാത്രം രക്ഷിക്കും എന്ന വിശ്വാസം ഉറപ്പിച്ചാണ് ഗോത്രങ്ങൾ അതിജീവിച്ചത്. നമ്മളുടെ സകലമാന പ്രശ്നങ്ങൾക്കും ഇതാ ഒരു തീരുമാനമായി, ഇതാ ഈ ദൈവം നമ്മളുടെ ഗോത്രത്തെ, അത് നമ്മുടെ ഗോത്രത്തെ മാത്രം രക്ഷിക്കും എന്നുള്ള വിശ്വാസമാണ് ആ ഗോത്രത്തെ ഒന്നിച്ചു നിർത്തിയത്. ഗോത്രത്തെ ഒന്നിച്ചു നിർത്തുക എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ്? വിഭവങ്ങൾക്ക് വേണ്ടി. വിഭവങ്ങൾ സമാഹരിക്കാനും അത് ഒരേപടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും വേണ്ടിയുള്ളതാണ്. അതിനുവേണ്ടിയാണ് നിലനിർത്തുന്നത്. അപ്പോൾ ആ വിശ്വാസം ആ ഗോത്രത്തെ അതിജീവിക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള സത്യമാണ്. അതിൽ വിശ്വസിക്കാത്ത മറ്റൊരു ഗോത്രം സർവൈവ് ചെയ്തില്ലായിരിക്കാം. തീർച്ചയായും അതെ. അപ്പോൾ ഇങ്ങനത്തെ വിശ്വാസങ്ങളാണ് അന്ധവിശ്വാസമോ എന്ത് വിശ്വാസമാകട്ടെ നമ്മളെ അതിജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ അന്ന് പറഞ്ഞു വന്നത് നമ്മുടെ തലച്ചോർ ഇപ്പോഴും പരിണമിക്കാതെ അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അത് എല്ലായിടത്തും തലച്ചോർ പരിണമിച്ച് വരുന്നതേ ഉള്ളൂ. ചില രാജ്യങ്ങളിൽ അത് സാധിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ തീർച്ചയായും അതെ, അതിജീവനത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തലച്ചോർ അത് പ്രിഫർ ചെയ്യുന്നത്. ഈ വിശ്വാസം, അതാണ് യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നുള്ളത്. യെസ്, ആ വിശ്വാസങ്ങളാണ് രക്ഷിച്ചിട്ടുള്ളത്. യെസ്. ഗോത്ര ജീവിതത്തില് തീർച്ചയായിട്ടും ഈ ഗോത്രമൂപ്പന്മാര് മരിച്ചുപോയി കഴിയുന്നുണ്ട് പിതൃദൈവങ്ങള് ആണ് ഉണ്ടായി വന്നതെന്നൊരു ഞാൻ വായിച്ചിട്ടുണ്ട്. ഉണ്ട്. അവര് എവിടെയോ ഉണ്ട്, അവര് നമ്മളെ രക്ഷിക്കും, അവര് നമ്മളെ കൂട്ടി രക്ഷിക്കും എന്നുള്ളത്. അത് മരിച്ചുപോയവർ രക്ഷിക്കാൻ വരുന്ന എല്ലാത്തിലും ഉണ്ട്. കാരണം അവരില്ലല്ലോ. അപ്പൊ എന്ത് സങ്കല്പിക്കാം. അപ്പൊ അദ്ദേഹത്തിന് ഫ്രാൻസിസിന് ഒരു ചോദ്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഫ്രാൻസിസ്? ഞാൻ ചോദിക്കാൻ, മസ്തിഷ്കത്തിന് ആഘാതമേൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് രൂഢമായ ന്യായീകരിക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കൂടുതലായി കാണുമെന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. സാറ് പറഞ്ഞു പ്രശ്നം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ മസ്തിഷ്കത്തിന് ഉണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള ആഘാതം ഇങ്ങനെ തലച്ചോറിനെ ബാധിക്കുകയും ഇങ്ങനെ വിശ്വാസങ്ങളിലേക്ക് നയിക്കുകയും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഭവങ്ങൾ ഉണ്ടാകത്തില്ലേ? ഇങ്ങനെയുള്ള വിശ്വാസങ്ങള് ഇല്ലാതെ വരുന്നത് വിശ്വാസങ്ങള് രണ്ടും നടന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ ഈ മസ്തിഷ്കത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ സ്വഭാവത്തെ എന്തിരിക്കുന്നതൊക്കെ അപ്പം നമ്മുടെ ബ്രെയിനിന്റെ തലച്ചോറിന് പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞാനിത് വലിയ അക്ഷരങ്ങൾ എഴുതിയതൊക്കെ ന്യൂറോൺ പ്രോസസ്സാണ്. ന്യൂറോൺ വലയങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആ വലയങ്ങൾ സൃഷ്ടിക്കുകയും അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ വിശ്വാസം, ചിന്തയോ തോട്ട് പ്രോസസ്സോ ഒക്കെ ആയിട്ട് വരുന്നത് ന്യൂറോൺ വലയങ്ങളാണ്. ആ ന്യൂറോൺ വലയങ്ങൾ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണെങ്കിൽ തീർച്ചയായും മാറ്റിയെടുക്കാം അത്. പക്ഷേ മരുന്നുകൊണ്ടും തെറാപ്പി കൊണ്ടും മാറ്റാൻ പറ്റുന്നുണ്ട്. ന്യൂറോൺ വലയങ്ങളെ അവ തമ്മിലുള്ള സംവേദനത്തെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് പല മരുന്നുകൾ. ഇപ്പോൾ ഡിപ്രഷൻ കൊടുക്കുന്ന മരുന്നുകളൊക്കെ ന്യൂറോൺ സംവേദനങ്ങളെ ബാധിക്കുന്നവയാണ്. സ്കിസോഫ്രീനിയ കൊടുക്കുന്ന മരുന്ന് ന്യൂറോൺ സംവേദനങ്ങളെ ബാധിക്കുന്ന മരുന്നുകളാണ്. ആ മരുന്നുകൾ നമുക്കുള്ളൂ. നമ്മൾക്കിപ്പോൾ ന്യൂറോൺ വലയങ്ങളെ എങ്ങനെ അവർ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ വിശ്വാസത്തെ മാറ്റിയെടുക്കണമെങ്കിൽ ന്യൂറോൺ വലയങ്ങളെ കൊണ്ട് തന്നെ ഈ സൈക്കോളജിക്കൽ സജഷൻ കൊണ്ട് പല വിശ്വാസത്തിൽ ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും. അത്ര ശക്തമാർന്ന സൈക്കോളജിക്കൽ സജഷൻ വേണം. ന്യൂറോൺ വലയങ്ങളെ മാറ്റാൻ മാത്രം ശക്തിയുള്ളതായിരിക്കണം എന്നുള്ളതാണ് സത്യം. പക്ഷെ അത്ര ശക്തിയുള്ള സൈക്കോളജിക്കൽ സജഷൻ നമുക്ക് തൽക്കാലം ഇല്ല എന്നുള്ളത്. പക്ഷേ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വിശ്വാസങ്ങൾ എന്നുള്ളത് നമുക്ക് തന്നെ മാറ്റിയെടുക്കാനുള്ള, നമ്മൾ തന്നെ മാറ്റിയെടുക്കുന്നുണ്ട് താനും. ഇന്ദ്രൻ്റെ ഐരാവതമല്ല മഴ പെയ്യിക്കുന്നതെന്നുള്ള വിശ്വാസം നമ്മൾ തന്നെ പരിണാമത്തിൽ കൂടെ കടന്നു പോയപ്പോൾ നമ്മൾ തന്നെ മാറ്റിയെടുത്തു. ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മളെല്ലാ വിശ്വാസങ്ങളും മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ നേരത്തെ എല്ലാ വിശ്വാസങ്ങളെയും മാറ്റിയെടുക്കുകയാണ്, മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷനും. അതെ, അപ്പോൾ നമ്മളത് അറിയുന്നില്ല. നമ്മളത്
നമ്മൾ സ്വീകരിക്കുന്നില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഭാവിക്കുന്നില്ല എന്നുള്ളതാണ്. പല വിശ്വാസങ്ങളും ഇപ്പോൾ ടെക്നോളജി വന്നതോടെ പല വിശ്വാസങ്ങളും മാറി പറഞ്ഞു പോയിരിക്കുകയാണ്, ഒരുപാട് മാറി പറഞ്ഞു പോയിരിക്കുകയാണ്. നമ്മളത് സ്വീകരിക്കുന്നില്ല, അറിഞ്ഞതായി നടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അറിഞ്ഞതായി നടിക്കാത്തത് എന്തുകൊണ്ടാണ്? മറ്റു പല വിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത്. കൂട്ടത്തോടെ പൊങ്കാലയ്ക്ക് പോകുന്നു, കൂട്ടത്തോടെ ശബരിമലയ്ക്ക് പോകുന്നു ഒക്കെ കാണുമ്പോഴും നമ്മൾ ഈ പഴയ വിശ്വാസങ്ങളാണോ ഇപ്പോഴും നമ്മളെ നയിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ഉദിക്കുകയാണ്. അത്ര പെട്ടെന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സാവധാനം സംഭവിക്കുന്നതാണ് പരിണാമം എന്നുള്ളത്. തലച്ചോർ പരിണാമം വളരെ പുറകിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചിന്തകൾ കൊണ്ടും മനനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ചില എക്സ്റ്റേണൽ പുറത്തുനിന്നുള്ള ശക്തികൾ കൊണ്ട് തീർച്ചയായും മാറ്റിയെടുക്കാം. നമ്മൾ സാങ്കേതികതയിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നതിൻ്റെ വിശ്വാസങ്ങളിൽ വന്ന മാറ്റമാണ്. അവിടെയാണ് ഈ വിശ്വാസത്തെ അതിനെ തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുക. ഇപ്പോൾ ഡോക്ടർ ഹെഗ്ഡെയൊക്കെ ഡോക്ടർ ആയിരുന്നിട്ടും ആധുനിക അലോപ്പതിയിൽ വിശ്വസിക്കരുതെന്ന് പറഞ്ഞാണ് ഡോക്ടർ ഹെഗ്ഡെ. നമ്മുടെ നടൻ ശ്രീനിവാസൻ ഇതിലൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് വന്ന് അദ്ദേഹത്തിനും അസുഖം തീവ്രമായപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ് അദ്ദേഹം പോയത്. ഹെഗ്ഡേക്ക് അസുഖം വന്നപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ മാറ്റിയെടുക്കുന്നുവെന്നും സാങ്കേതികത അതിനെ എങ്ങനെ അതിലെവിടെ മേൽക്കൈ നേടുന്നുള്ളത് സത്യമാണ് എന്നുള്ളത്. അന്തിമമായിട്ട് ഇപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ടെക്നോളജിയാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വിശ്വാസം എന്നുള്ളത് തെളിയിക്കുകയാണ് ഡോക്ടർ ഹെഗ്ഡെയുടെ കേസും നടൻ ശ്രീനിവാസന്റെ കേസും. അതെ, കൃത്യമായിട്ടാണ്. അപ്പോൾ അവിശ്വാസങ്ങൾ എവിടെ കിടക്കുന്നു, സാങ്കേതികത എവിടെ എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. അവർ സാങ്കേതികത ജയിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എല്ലായിടത്തും തുടങ്ങുകയാണ്. അമ്പലങ്ങളും പള്ളികളും തുടങ്ങുന്ന പോലെ തന്നെ അമ്പലങ്ങളും പള്ളികളും തുടങ്ങുന്നുണ്ടെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും അതുപോലെ തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ് സത്യം. തീർച്ചയായും അതാണ് സത്യം. അപ്പോൾ സാങ്കേതികതയിൽ നമ്മൾ വിശ്വസിക്കുകയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഈ തമാശ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മന്ത്രവാദിയുടെ സന്യാസിയുടെ അടുത്ത ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ ചെയ്യുക, അതിൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞ മരുന്നും കഴിച്ചോളുക എന്നാണ് പറഞ്ഞു വിടാറ്. അതെ, തീർച്ചയായും ഇതൊക്കെ ചെയ്യണം, ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുക, അതിൻ്റെ കൂടെ ആ മരുന്നും മുടക്കണ്ട എന്ന് പറഞ്ഞു വിടും. അവിടെയാണ് നമ്മുടെ വിശ്വാസം. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിച്ച് നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സദ്ഗുരു എന്നറിയപ്പെടുന്ന ശ്രീ ജഗ്ഗി വാസുദേവ്, അദ്ദേഹത്തിന്റെ ബ്രെയിനില് ബ്ലീഡിങ് ഉണ്ടായി, കഠിനമായ സർജറി നടത്തി. അപ്പോ പുള്ളി എന്നിട്ട് ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് തന്നെ ഒരു സന്ദേശം കൊടുക്കുന്നു. അതായത് ഡോക്ടർമാർ എന്റെ തലയോട്ടി തുറന്നു നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്ന് വെച്ചാൽ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് ബ്ലീഡിങ് ഉണ്ടായില്ല, പെരിഫറൽ ആയിട്ടാണ് ബ്ലീഡിങ് ഉണ്ടായതെന്ന് പറഞ്ഞു. അതവര് റിമൂവ് ചെയ്തു, അത് അങ്ങനെ റിക്കവർ ചെയ്തു. അപ്പൊ എന്നിട്ട് ഈ ഡോക്ടറുടെ പത്രക്കുറിപ്പിലും ഗുരു ഈസ് ഹീലിംഗ് ഹിംസെൽഫ് എന്നാണ് ഡോക്ടർ പത്രക്കുറിപ്പ് ഇറക്കിയത്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. സദ്ഗുരുവിന് അവിടെ പിടിച്ചു നിൽക്കാൻ രക്ഷയില്ല. കാരണം അയാള് പറഞ്ഞൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അയാൾ തന്നെ പൊളിക്കുകയാണ് ചെയ്തത്. പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. മെഡിസിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അതെ. എന്നിട്ട് എന്തിനാ അയാൾ ആശുപത്രി പോയി ആശുപത്രിക്കാര് തുറന്നു നോക്കി എന്നുള്ള എന്തിനാണ് അയാൾ വിശ്വസിക്കുക? എന്തിനാ അയാൾ ആശുപത്രി പോയി? എന്തിനാ അയാൾ അവരെ കൊണ്ട് അയാളുടെ ബ്രെയിൻ തുറപ്പിച്ചത്? എന്നിട്ട് അതിനെന്തുകൊണ്ട് അയാൾ മറുപടി പറയേണ്ടി വന്നു? അതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, ഇവിടെ വേറൊരു ചോദ്യം വരുന്നു, ഫിയറിനെ കുറിച്ച്, പേടിയെ കുറിച്ച് ചോദ്യം. എനിക്ക് കൃത്യമായിട്ട് എന്താണ് ഒരാളൊരു ഫിയർ is planted in our upbringing to cause these issues. ഓഫ് കോഴ്സ്, യെസ്, നമ്മളെ പേടിപ്പിച്ച് നിർത്തുന്നത് നേരത്തെ പറഞ്ഞ ദേശീയതയൊക്കെ പേടിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. വിശ്വാസങ്ങൾ എപ്പോഴും പേടിപ്പിച്ചാൽ നിർത്തുക. അതുകൊണ്ടാണ് ആ പോലീസുകാരും കൊണ്ട് അവിടെ പോയതും ആ പേടി കൊണ്ടാണ്. ഭയങ്കര പേടിയിൽ നിന്നാണ് അത്. ആ പോലീസുകാരൻ ഭയങ്കര സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്ന് ഇതാ പൂജ ചെയ്യുന്ന ഭയങ്കര പേടിയാണ്. ഈ സിനിമ പൊളിഞ്ഞു പോകുമോ എന്നുള്ളത് പേടി കൊണ്ടാണ്. പക്ഷെ അതില്ലാത്തതാണ് മറ്റു രാജ്യങ്ങളിൽ ഇല്ലെന്ന് വിചാരിക്കണം. ഹോളിവുഡിലെ ഒരു പൂജ ചെയ്യുന്നതായിട്ട് ആലോചിച്ച് നോക്കിയേ. ഹോളിവുഡ് സിനിമകൾ വിജയിക്കുന്നുണ്ടോ പൊളിയുന്നുണ്ടോ? അവിടെയാണ് ഫിയർ കോംപ്ലക്സ് ഇത് ചൂഷണം ചെയ്യാൻ വേണ്ടി അതിൽ പെട്ടുപോയിരിക്കുകയാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ സിനിമയുടെ ഉദാഹരണം പറഞ്ഞത്. ഏറ്റവും പുതിയ സാങ്കേതികതയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന അങ്ങനത്തെ ടെക്നോളജിയാണ് സിനിമ. അവിടെ പോലും നമ്മൾ പൂജയിലാണ് ഇപ്പോഴും നിൽക്കുന്ന. കേരളത്തിലെ പ്രബുദ്ധർ ഇപ്പോഴും നിൽക്കുന്ന അവിടെയാണെന്ന് വിചാരിക്കണം. പൂജ അത് എല്ലാ നടന്മാരും നടികളും
വലിയ പൂജയാണ്. അത് 3 പടങ്ങൾ വെച്ചിരിക്കും. തമാശയാണ്. 3 മതത്തിലെ ദൈവങ്ങളുടെ ദൈവങ്ങൾ, ചില മതത്തിൽ മുസ്ലിങ്ങൾക്ക് അതെ ദൈവം അതെ ഇമേജ് ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും വെക്കും അവിടെ. 3 പടങ്ങൾ വെച്ച് പൂജിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു ദൈവത്തെ പ്രീണിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് പറ്റരുത്. അതുകൊണ്ട് എല്ലാ ദൈവങ്ങളും ആകട്ടെ. എന്ത് തമാശയാണെന്ന് നോക്കണം. ഞങ്ങൾ വേറൊരു രാജ്യത്ത് നോക്കുമ്പോഴേ വൻ കോമഡിയാണ് അവിടെ നടക്കുന്നത്. ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്നറിയാം, വൻ കോമഡിയാണ് അവിടെ നടത്തുന്നത്. സത്യമാണത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കോമഡികൾ നിങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുക പ്ലീസ്. ഞങ്ങളത് ചിരിച്ചോട്ടെ എന്നുള്ളത്. ഒരു ചോദ്യമുണ്ട്, പക്ഷേ നമ്മളത് ഇത് ഡിസ്കസ് കളിയാക്കല്ല, ഇത് ചെയ്ത സത്യമാണ്. ഇതാരെ കളിയാക്കല്ല, ഇത് സത്യമാണ്. Yes. പറയൂ പറയൂ പറയൂ. ചെയ്യാൻ തോന്നുന്നു. ISROക്കാര് പൂജ നടത്തുന്നത്, Yes. പിന്നെ പോലീസുകാര് ആത്മാവിനെ വിളിക്കുന്നതൊക്കെയാണ്. അപ്പൊ ഇത് പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നുണ്ടോ? അത്ര ഓ, എളുപ്പമല്ല. ഇല്ലില്ല ഉള്ളത്തരം ഇല്ലില്ല ഇല്ലില്ല. ഈവൻ ഈ സാറ് എളുപ്പമല്ല. ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. ഇന്ത്യയുടെ ഒരു മുന്നേറ്റമാണ് അത് കാണിച്ചത്. ഈയിടെ ചന്ദ്രപേടകം. സായിപ്പിന് പറ്റാത്ത നമ്മൾ ചെയ്തു എന്നുള്ളത് വിചാരിക്കണം. പക്ഷെ എല്ലാവരും ആ ISRO ഞാൻ കേട്ടത് 80% 90% ഈ വിശ്വാസത്തിൻ്റെ പൂജകളും എല്ലാം കഴിച്ചിട്ടാണ്. അതിന് മുൻപ് കഴിഞ്ഞിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ടെക്നോളജി നമ്മൾ സാധിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഈ ടെക്നോളജിയുടെ പുറകിൽ ആ സാധിച്ചെടുക്കുന്നതിൻ്റെ പുറകിൽ ഒരു ശക്തി, അദൃശ്യ ശക്തി ഉണ്ടെന്നുള്ള ആ വിശ്വാസത്തിൽ കൂടിയാണ്. പിന്നെ എന്തിന് നമ്മൾ അരുണാചലി പോയ ആ കുട്ടികളെ, പാവങ്ങളെ നമ്മൾ കളിയാക്കണം? അതിലൊരു ഒട്ടും കഥയുണ്ട്. കളിയാക്കുന്ന അവസരത്തിൽ ഇല്ല. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത്. ISROയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു എക്സ്റ്റൻഷനാണ് അരുണാചലിൽ പോയി സംഭവിച്ച 3 ചെറുപ്പക്കാരാന്ന് വിചാരിക്കുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ആ പാവ ആത്മാക്കളെ എന്താണ് അങ്ങോട്ട് തള്ളിവിട്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും കുറേ പേർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്നും അടുത്ത ആത്മഹത്യയിലേക്കോ അടുത്ത നരബലിയിലേക്കോ തയ്യാറാകുന്നവരുണ്ടെന്നോ നമ്മുടെ ഇടയ്ക്ക് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. മലയാളി മനസ്സിലാക്കേണ്ടതാണ്. യെസ്, അതെ, തീർച്ചയായിട്ടും. ISRO ചീഫ് അതെ, ISRO ചീഫ് ആകുന്നതിന് മുമ്പ് സയന്റിഫിക് ടെമ്പറും സ്കൂൾ കുട്ടികൾക്കും ഒക്കെ ക്ലാസ് എടുക്കാൻ വന്നിരുന്ന ആളാണ്. ഒരാളാണ്. ജനകീയനായ ഒരു മനുഷ്യനാണ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ക്യാൻസർ ഓവർകം ചെയ്ത് വന്നു. പിന്നെ ISRO ചീഫുമായി. അതോടുകൂടി പുള്ളി ഇത് രണ്ടും മാറിയിട്ടുണ്ട്. സയൻസ് അവിടെ ഉണ്ട്, പക്ഷെ ചെയ്യുന്നത് വേറെയാണ്. എക്സാക്ട്ലി. അതെ 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 അതെ. ഇത് ഇത് വളരെ ആഴത്തിൽ ബാധിച്ചിരിക്കുകയാണ്. അതാ ഞാൻ സിനിമയുടെ ഉദാഹരണം പറഞ്ഞത്. സിനിമയുടെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്കിത് തൽക്കാലം അവസാനിപ്പിക്കാം. അതെ, ഓക്കെ. അതായത് നമ്മുടെ ഈ ബോബൻ കുഞ്ചാക്കോയുടെ മുത്തച്ഛൻ കുഞ്ചാക്കോ, ഉദയ സ്റ്റുഡിയോയുടെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ പൂജയ്ക്ക് തിരുപ്പതിയിലാണ് സാധാരണ കോടമ്പക്കത്ത് നിന്ന് പോകാറ്. ഫിലിം പെട്ടി കൊണ്ടുപോകുന്നത്. അന്ന് പെട്ടിയാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പൊ പുള്ളിയുടെ ഒരു അടുത്ത ബന്ധു എന്ന് പറഞ്ഞ അച്ചായ, നമുക്ക് അത് വേളാങ്കണ്ണിയിൽ പൂജിക്കണം എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് നീ ഒരു പെട്ടിയായിട്ട് വേളാങ്കണ്ണിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതല്ല, നമ്മൾ ഈ അങ്ങോട്ട് കൊണ്ടുപോകണോ? എടാ, ഈ മറ്റേ ഏത് മോന്റെ അടുത്തുനിന്നാ ഇത് അനുഗ്രഹം വരുന്നതെന്ന് അറിയില്ലല്ലോ. എക്സാക്ട്ലി. അല്ല, സിനിമയിലെ അന്ധവിശ്വാസത്തെ പറഞ്ഞത് വളരെ തമാശാണ്. കോരസാർ ചീട്ടുകശക്കിയാണ് നമ്മളെല്ലാം തീരുമാനിച്ചത്. സിനിമയിൽ വേറൊരു പാട്ട് കൂടെ ചേർക്കണമെന്നുള്ളത് കോരാസാറാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അത് വേറെ നമുക്ക് സംസാരിക്കാം. നമുക്ക് തൽക്കാലം ഓക്കെ, താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഒന്നാന്തരം കിടിലൻ ക്വസ്റ്റ്യങ്ങളായിരുന്നു. നമുക്ക് സമയമില്ല, അതുകൊണ്ട് ചോദ്യങ്ങൾ അധികമില്ല. ബാക്കി ചോദ്യങ്ങൾ എഴുതി തരികയാണെങ്കിൽ നമ്മൾക്ക് ഇന്റർനെറ്റ് ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ സൈറ്റോ എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മെമ്പേഴ്സുമായിട്ട്? താങ്ക് യു ഫോർ ഓൾ. ഇത് വളരെ വൈബ്രൻ്റ് ആയിട്ട് ഈ ഡിസ്കഷൻ കൊണ്ടുപോയതിൽ വളരെ സന്തോഷം. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഫ്രാൻസിസ്, പ്രസാദ്, ഓൾ ഓഫ് യു, സയൻസ് പീപ്പിൾ, താങ്ക് യു അഗൈൻ. നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ട് ഫ്രാൻസിസോ പുരുഷോത്തനോ ആരെങ്കിലും ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ സാർ, വളരെ നല്ല പ്രഭാഷണവും വളരെ നല്ല ചർച്ചകളും ഒരു എൻലൈറ്റനിങ് ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഇതിന് കാരണമായി തീർന്ന ഡോക്ടർ എതിരൻ കതിരവൻ സാറിന് സയൻസ് പീപ്പിളിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഈ ഇന്നത്തെ പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ എത്തിയ ശ്രോതാക്കളായ ഒത്തിരി ആളുകൾ എത്തിയിരുന്നു. അവർക്ക് ചിലരൊക്കെ നേരത്തെ പിരിഞ്ഞു പോയി. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത, ചോദ്യങ്ങൾ ചോദിച്ച, ഈ ഇന്നത്തെ ഈവനിങ് സജീവമാക്കിയ എല്ലാ ശ്രോതാക്കൾക്കും, അതുപോലെ ഇന്നത്തെ ചർച്ച മോഡറേറ്റ് ചെയ്ത് ഇതിനെ നയിച്ച ഡോക്ടർ പ്രസാദ് അലക്സ് സാറിനും സയൻസ് പീപ്പിളിൻ്റെ പേരിൽ നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും. അപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ അടുത്ത ടോക്കുമായി നമ്മൾ വീണ്ടും ഒന്നിക്കുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.
Thank you. Okay, thank you, Prasad, once again. Thank you, Thank you Francis. very much. Okay. Yeah, please call me again. Please.